താഷ്കെൻഡ് പട്ടണത്തിലെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട ശേഷം മെട്രോ ചെന്നിറങ്ങിയത് ചോർസു ബസാർ മെട്രോ സ്റ്റേഷനിലാണ്. നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേഷനിൽ. ഇവിടെ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്ര തിരക്കാണെങ്കിലും മെട്രോയിൽ നിന്നും ആളുകൾ ഇറങ്ങിയ ശേഷം മാത്രമേ പുറത്തു നിൽക്കുന്നവർ അകത്തേക്ക് കയറൂ എന്നതാണ്. ഇവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്. സ്റ്റേഷനിൽ നിന്നും ചെന്നിറങ്ങിയത് പുതിയൊരു ലോകത്തേക്കാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് മുഴുവൻ താഷ്കെൻഡ് നഗരത്തിൻ്റെ വളർച്ചയുടെ കാഴ്ചകളായിരുന്നുവെങ്കിൽ, ആധുനികതയുടെ മുഖമായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഈ ചോർസു ബസാർ എന്ന ഭാഗത്ത് കാണുന്നത് മുഴുവൻ പഴമയുടെ കാഴ്ചകളാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കച്ചവട മാർക്കറ്റിൽ എത്തിയ പ്രതീതി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സിൽക്ക് റൂട്ടിൻ്റെ പ്രധാന ഭാഗമായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ. യൂറോപ്പിൽ നിന്നും ചൈനയിലേക്കുള്ള വ്യാപാര പാതയായിരുന്നു ഈ സിൽക്ക് റൂട്ട്. അതിലൊരു പ്രധാന പോയിന്റ് ആയിരുന്നു ഉസ്ബെക്കിസ്ഥാൻ. നല്ല ഫ്രഷ് ഫ്രൂട്ട്സിന് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇവിടുത്തെ ചെറി, സ്ട്രോബെറി, മൾബറി, തണ്ണിമത്തനൊക്കെ വളരെ ഡിമാൻഡാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ നാഷണൽ ബ്രെഡ്. നോൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉസ്ബെക്കിൽ എവിടെ ചെന്നാലും ഈ നോൻ കാണാം. ഇതിൻ്റെ വലുപ്പവും കാഴ്ചയിലുള്ള പ്രത്യേകതയൊക്കെ കൊണ്ട് നമ്മളിത് എവിടെ കണ്ടാലും ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ ബസാറിലൂടെ നടന്നപ്പോഴാണ് ശരിക്കും ഉസ്ബെക്കിസ്ഥാൻ്റെ വൈവിധ്യങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ കണ്ടത്. പൊതുവെ നല്ല കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇവരെല്ലാവരും ധരിക്കുന്നത്. അതും വളരെ ഭംഗിയായി ഡ്രസ് ചെയ്ത് ഇവർ പുറത്തേക്ക് പോവുകയുള്ളൂ. സ്വർണം പോലും ഇവിടുത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്തിനേറെ കത്തികളുടെ ഒക്കെ വളരെ വലിയൊരു കളക്ഷനും ഇവിടെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് പോലീസുകാരെയും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെയും ഒക്കെ കണ്ടു. അവരുടെ യൂണിഫോം ഇങ്ങനെയാണ്. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉസ്ബെക്ക് ഫുഡ് ഐറ്റം ട്രൈ ചെയ്യണമെന്ന് തോന്നി. സ്റ്റിക്കിൽ ഗ്രിൽ ചെയ്തിട്ടുള്ള പല മീറ്റ് ഐറ്റംസും സുലഭമാണിവിടെ. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത, ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രത്യേകത ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ളൊരു ഫുഡ് മാർക്കറ്റിലേക്ക് കയറിയത്. ഇവിടുത്തെ ആസ്ഥാന ഭക്ഷണം എന്ന് പറയുന്നത് പുലാവ് എന്നറിയപ്പെടുന്ന ഒരു ഐറ്റമാണ്. അത് കഴിക്കാമെന്ന് തീരുമാനിച്ചു. വലിയൊരു അടുപ്പിൽ പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ വിഭവം. മധുരമാണ് ഇതിൻ്റെ രുചിയിൽ ഏറി നിൽക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, മിക്ക ഫുഡ് ഐറ്റംസിൻ്റെയും കൂടെ ചായ അൺലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. എന്തൊക്കെയോ പൊടികളോ കായ്കളോ ഇലകളോ ഒക്കെ അവരതിൽ ചേർക്കാറുണ്ട്. നോൻ എന്ന ഇവരുടെ നാഷണൽ ബ്രെഡ് ഈ ചായയിലും വെള്ളത്തിലും ഒക്കെ മുക്കിയാണ് അവർ കഴിക്കുന്നത്. പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലാത്ത നല്ല കട്ടിയുള്ള ബ്രെഡാണ് ഈ നോൻ. ചായയുടെ കൂടെ ആകുമ്പോൾ ഓക്കെയാണ്. ഇവിടുത്തുകാർ ചായ കുടിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക രസമാണ്. ഒരു പ്രത്യേക രീതിയിലാണത്. സമയമൊക്കെ എടുത്ത് ആസ്വദിച്ചാണ് കുടിക്കാറ്. നമ്മുടെ നാട്ടിലൊക്കെ കുടിക്കുന്നതിൻ്റെ ഇരട്ടി ഇവരിവിടെ ചായ കുടിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തോന്നി. അതേപോലെ പലർക്കും ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും ഈ ചായ നിർബന്ധമാണ്. ഭക്ഷണത്തിനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡിന് ഇച്ചിരി കൂട്ടിയാണോ ഇവർ വില വാങ്ങിയത് എന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടുത്തുകാരോടൊപ്പം ഇരുന്നാണ് ഞാൻ കഴിച്ചത്. കൂട്ടത്തിൽ മറ്റ് വിദേശികളൊന്നും അധികം കണ്ടില്ല. അതുകൊണ്ട് തന്നെ എന്നോട് അധികമായി ഭക്ഷണത്തിന് കാശ് വാങ്ങിയോ എന്നൊരു സംശയം തോന്നിയിരുന്നു. എന്തായാലും ആ വിഷമമൊക്കെ മാറിയത് ഇവിടെ കടയിൽ സഹായിക്കാനായി നിൽക്കുന്ന പ്രായമുള്ള ഈ അമ്മയെ കണ്ടപ്പോഴാണ്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവർക്ക് സ്വർണ്ണ പല്ലുകളാണ്. സ്വർണ്ണ പല്ല് കാട്ടിയുള്ള അവരുടെ ചിരി കാണാൻ തന്നെ പ്രത്യേക രസമാണ്. ഉസ്ബെക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല പഴയ സോവിയറ്റ് നാടുകളിലും ഇങ്ങനത്തെ സ്വർണ്ണ പല്ലുകാരുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പല കഥകളുണ്ട് ഇവരുടെ ഈ സ്വർണ്ണ പല്ലുകൾക്ക് പിന്നിൽ. പ്രത്യേകിച്ച് 1980കളിലും 90കളിലും സോവിയറ്റ് കാലത്ത് തങ്ങളുടെ സ്വത്തുക്കൾ മറ്റാരും കൊണ്ടുപോകാതെ ഇരിക്കാനും നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാനും സ്വർണ്ണമാക്കി മാറ്റി പല്ലുകളായി അവർ സൂക്ഷിച്ചിരുന്നു എന്നതാണ് കേട്ടിട്ടുള്ള ഒരു വേർഷൻ. എന്നാൽ മറ്റൊരു വേർഷൻ, തങ്ങൾ വളരെ പ്രതാപികളാണ്, ഒരുപാട് സ്വത്തുള്ളവരാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനും കൂടിയാണ് ഇങ്ങനെ ഒരു ആചാരം തുടങ്ങിയതെന്നും പറയുന്നുണ്ട്. ഇതിലും രസകരമായ മറ്റൊരു വേർഷൻ, സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റും അധികമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവരുടെ പല്ലുകൾ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നുണ്ടെന്നും അതിന് പകരം ഫാഷനബിളായി ആളുകളുടെ മുന്നിൽ എത്താനാണ് സ്വർണ്ണ പല്ലുകൾ വെക്കുന്നതുമാണ് മറ്റൊരു വേർഷൻ. എന്തായാലും ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കാണ് കൂടുതൽ സാധ്യത. യങ്സ്റ്റേഴ്സിനെക്കാളും മധ്യവയസ്കരും ഒരുമാതിരി പ്രായമുള്ളവരും ഒക്കെയാണ് ഈ തരത്തിൽ സ്വർണ്ണ പല്ലുകൾ ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്കിതൊരു കൾച്ചറൽ ഷോക്ക് തന്നെയാണ്. കച്ചവടക്കാരായി മാർക്കറ്റിൽ നിൽക്കുന്ന മാതാപിതാക്കളുടെയൊക്കെ കൂടെ കുട്ടികളെയും കാണാം. അവർ കുട്ടികളെ അധികം ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. അവരവരുടെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. തങ്ങളുടെ കച്ചവടത്തിൽ അവർ മുഴുകിയും ഇരിക്കുന്നു. മാർക്കറ്റിന് ഒരു ഭാഗത്ത് ഇറച്ചി മാത്രം വിൽക്കുന്ന ഏരിയയാണ്. എന്തൊക്കെ തരത്തിലുള്ള ഇറച്ചിയാണ് വിൽക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. അതുകൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കി. മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേക ഭാഗം ഫ്രൂട്ട്സിനായും വെജിറ്റബിൾസിനുമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെങ്കിൽ മറ്റൊരു ഭാഗം പലതരത്തിലുള്ള സ്പൈസസിനായിട്ടാണ്. റെയർ ആയിട്ടുള്ള പല സ്പൈസസും കിട്ടുന്ന ഇടം കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ.
മുൻപ് പറഞ്ഞല്ലോ, സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു ഇത്. ഈ സ്പൈസസ് തേടിപ്പോലും ചൈനയുടെയും യൂറോപ്പിൻ്റെയും പല ഭാഗത്തു നിന്നും ആളുകൾ ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ചോർസു ബസാറിൻ്റെ മറ്റൊരു ഭാഗത്ത് ചൂടോടെ ഭക്ഷണ വിഭവങ്ങൾ വിൽക്കുന്ന ഏരിയയാണ്. ഇവിടെ നല്ല തിരക്കാണ്. മാർക്കറ്റിൽ വന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കുടുംബമായി ഇവിടെ വന്നിരുന്നവർ ഭക്ഷണമൊക്കെ കഴിക്കും. വളരെ തിരക്കുള്ളവർ, തിരക്കിൽ പോകുന്നവർ ഭക്ഷണം പാഴ്സലായി കൊണ്ടുപോവുകയും ചെയ്യും. അതിനുള്ള സംവിധാനവും ഉണ്ട് ഇവിടെ. പലതരത്തിലുള്ള സൂപ്പുകളും ഇറച്ചി കൊണ്ടുള്ള വിഭവങ്ങളുമൊക്കെ ഇവിടെ വളരെ സുലഭമായി വിറ്റുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ മുഴുവൻ ശബ്ദമുഖരിതവുമാണ്. അതിനിടയ്ക്ക് മാന്തി എന്നൊരു വിഭവം കണ്ടു. കണ്ടാൽ നമ്മുടെ മൊമോസ് പോലെയൊക്കെ ഇരിക്കും, പക്ഷേ വേറെ ടേസ്റ്റാണ്. ഇതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. മാർക്കറ്റിൽ കണ്ട കച്ചവടക്കാരുടെയും വഴിയിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെയും എല്ലാം മുഖത്ത് പുഞ്ചിരി മാത്രമേ കണ്ടുള്ളൂ. ആർക്കും തുറിച്ചു നോട്ടം ഒന്നുമില്ല. ഇന്ത്യക്കാരെ കാണുന്നത് അവർക്ക് സന്തോഷമാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ബംഗ്ലാദേശിയാണോ, പാകിസ്ഥാനിയാണോ, ഇന്ത്യനാണോ, നേപ്പാളിയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ അവർക്ക് വരുമെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ ഹിന്ദുസ്ഥാനി നമസ്തേ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അടുത്ത് വരും. ഉസ്ബെക്കിൽ വന്നിറങ്ങി കഴിഞ്ഞ് കുറച്ചു നേരം മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടുത്തുകാരിൽ ഒരാളായി മാറിയതുപോലെ തോന്നി. കാരണം ഞാൻ നോക്കിയപ്പോൾ അധികം വിദേശികളെ ഒന്നും ഈ ഭാഗത്ത് കാണാനേ ഇല്ല. ഈ നാട്ടുകാരുടെ കൂടെ ഇവരിലൊരാളായി ഇങ്ങനെ നടക്കുന്നു. ഇനി അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളൂ ഞെട്ടിക്കുന്ന ഒരുപാട് കാഴ്ചകൾ. ആ കാഴ്ചകൾക്കായി പുതിയൊരിടം തേടി മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു തുടങ്ങി.